യമനിലെ ഹൂത്തികളുമായി ചേർന്ന് പുതിയ തന്ത്രങ്ങൾ ഇറാൻ മെനയുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. അതിനേക്കാൾ വലിയ പ്രതിസന്ധിയായിരിക്കും ഹൂത്തികളുടെ ഈ നീക്കം. അമേരിക്കൻ സൈന്യം നടത്തുന്ന ആക്രമണത്തിന് ഇറാന്റെ ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ നടക്കുന്നത്. 6 രാജ്യങ്ങളിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയത്. ഇതിൽ ജോർദാനിലാണ് ഏറ്റവും വലിയ നഷ്ടം അമേരിക്കൻ സൈന്യത്തിനുണ്ടായത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജോർദാനിലെ അമേരിക്കൻ സേനാ താവളത്തിൽ നിരവധി വിമാനങ്ങൾ തകർത്തുവെന്ന് ഇറാൻ സൈന്യം അറിയിച്ചു. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കുന്ന വിമാനങ്ങൾ എന്നിവ തകർത്തുവെന്നും സേനാ താവളത്തിൽ വലിയ നാശനഷ്ടമുണ്ടാക്കിയെന്നുമാണ് ഇറാൻ സൈന്യം പ്രസ്താവനയിൽ പറയുന്നത്. ജോർദാൻ പൗരന്മാർ അമേരിക്കയുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന ഒരു ആഹ്വാനവും ഇറാൻ നടത്തിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ അമേരിക്കൻ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാന ഇറാൻ പ്രത്യാക്രമണങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കത്തിലൊന്ന് നോക്കാം. കുവൈത്തിലെ ക്യാമ്പ് അരിഫ്ജാൻ, അലി അൽസലേം എയർബേസ് എന്നീ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ച് ആക്രമിച്ചു. ഒരു ജലശുദ്ധീകരണ പ്ലാന്റ് തകർക്കുകയും ചെയ്തു. ഇതുമൂലം ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ജലവിതരണ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ എയർബേസ് ഉൾപ്പെടെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട കനത്ത ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം വീണ്ടും വലിയ തോതിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. 2 എണ്ണക്കപ്പലുകൾ മൈനിൽ തട്ടി തകർന്നതായി ഇറാന്റെ IRGC അവകാശപ്പെടുകയും ചെയ്തു. അമേരിക്ക നിരവധി സൈനികർക്ക് പരിക്കേറ്റതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ നിലവിലെ പല യുദ്ധതന്ത്രങ്ങളും അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ അമേരിക്കൻ താവളങ്ങൾ നേരിട്ട് ആക്രമിക്കുന്നത് തുടരുന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തെ സമ്മർദ്ദത്തിലാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സാന്നിധ്യത്തിന് അറബ് രാജ്യങ്ങൾ കൂടുതൽ വില കൊടുക്കാൻ നിർബന്ധിതരാകുന്നു. യമനിലെ ഹൂത്തി സഖ്യകക്ഷികളെ ഉപയോഗിച്ച് ചെങ്കടൽ മേഖലയിലും ആക്രമണം വ്യാപിപ്പിക്കുമെന്ന മുന്നറിയിപ്പും IRGC നൽകി കഴിഞ്ഞു. ഇതിനിടയിൽ 3 ഇറാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടുവെന്ന് ജോർദാൻ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈന്യം ഇറാനിലെ ജനവാസ മേഖലകൾ കൂടി ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് പുതിയ വാർത്തകൾ. പലയിടത്തും റെയിൽവേ പാലങ്ങൾ എന്നിവ അമേരിക്കയുടെ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്. ബന്ദർ അബ്ബാസിൽ അമേരിക്കയുടെ സേന ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ബന്ദർ അബ്ബാസ് ട്രെയിൻ സർവീസുകൾ നിശ്ചലമായി. ഈ സാഹചര്യത്തിലാണ് ഇറാൻ ശക്തമായ തിരിച്ചടി വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇന്നും ഇന്നലെയുമായി 6 രാജ്യങ്ങളിലാണ് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും വീണത്. ബഹ്റൈനിലെ സഖിർ വ്യോമതാവളത്തിൽ ഇറാന്റെ മിസൈൽ പതിച്ചു. അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. ഖത്തർ സേന ഇറാന്റെ മിസൈൽ തടഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോഴും ഖത്തറിൽ നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുവൈത്തിലെ അമേരിക്കൻ സൈനിക ഉപകരണങ്ങളും വാഹനങ്ങളും ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ തൊടുത്തുവിട്ടു. US മിസൈൽ പ്രതിരോധ റഡാർ ഇറാൻ തകർത്തു. നിരവധി ആയുധപ്പുരകളും ആക്രമിച്ചുവെന്നും 2 റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തുവെന്നും ഇറാൻ അവകാശപ്പെട്ടു. ഒരേ സമയം തന്നെ ഇറാൻ വിവിധ രാജ്യങ്ങളിൽ ആക്രമണം നടത്തുന്നത് അമേരിക്കക്ക് വലിയ തലവേദനയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അതേസമയം ഇറാന്റെ ആക്രമണം സിറിയയിലേക്ക് കൂടി വ്യാപിപ്പിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. US സ്പെഷ്യൽ ഓപ്പറേഷൻ വിങ് ആണ് സിറിയയിൽ ക്യാമ്പ് ചെയ്യുന്നത്. അൽ തൻഫിലെ ഇവരുടെ സെന്റർ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ ആക്രമണം എന്ന് ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒമാനിലും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒമാനിലെ ഗാനി മേഖലയിൽ അമേരിക്കൻ നിരീക്ഷണ റഡാർ, കടൽ നിരീക്ഷണ സംവിധാനം എന്നിവ തകർത്തു എന്ന് ഇറാൻ അറിയിച്ചു. അമേരിക്ക ഇറാനിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. തുടർച്ചയായ 5ാം ദിവസവും ആക്രമണം നടത്തിയ അമേരിക്ക ഏറ്റവും ഒടുവിൽ ലക്ഷ്യമിട്ടത് പാലങ്ങളും റോഡുകളും ഉൾപ്പെടെയുള്ള ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ്. നേരത്തെ സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടിരുന്ന അമേരിക്ക യുദ്ധതന്ത്രം മാറ്റുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാനാവുക. ഇറാന് ശക്തമായ കെണി ഒരുക്കാൻ അമേരിക്ക ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്നാണ് പുതിയ വിവരങ്ങൾ. അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ ഇരുട്ടിലാകും. മാത്രമല്ല ആശുപത്രികളും മറ്റ് അടിയന്തര സേവനങ്ങളും പ്രതിസന്ധിയിലുമാകും. അമേരിക്ക ഊർജ്ജ നിലയങ്ങൾ ആക്രമിച്ചാൽ യമനിലെ ഹൂത്തികളുമായി ചേർന്ന് പുതിയ തന്ത്രങ്ങൾ ഇറാൻ മെനയുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഹൂത്തികൾ യുദ്ധത്തിന്റെ ഭാഗമായാൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ ഗുരുതരമാവും. ഇറാൻ ഹോർമുസ് പാത അടച്ചതോടെ ക്രൂഡ് ഓയിൽ വിലയിൽ വന്ന മാറ്റം വളരെ വലുതായിരുന്നു. അതിനേക്കാൾ വലിയ പ്രതിസന്ധിയായിരിക്കും ഹൂത്തികളുടെ ഈ നീക്കം. ഹൂത്തികൾക്ക് ബാബൽ മന്ദബ് കടലിടുക്ക് അടക്കാൻ വേഗത്തിൽ സാധിക്കും. യമനും ജിബൂത്തിക്കും ഇടയിലുള്ള ഇടുങ്ങിയ കടൽപാതയാണിത്. ക്രൂഡ് ഓയിൽ, വാതകം ഉൾപ്പെടെ ലോകത്തെ ചരക്കുകടത്തിന്റെ വലിയൊരു ഭാഗം ഇതിലൂടെയാണ് പോകുന്നത്. ഈ പാത
ഹൂതികൾ അടച്ചാൽ പ്രതിസന്ധി വളരെ രൂക്ഷമാകും. എന്നാൽ ഇവിടെ സൗദി അമേരിക്ക സഖ്യം സൈനികമായി ഇടപെടാനുള്ള സാധ്യതയും പല യുദ്ധ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സൈനിക നേതൃത്വം ബാബുൽ മന്ദബ് അടക്കുന്നത് സംബന്ധിച്ച് ഹൂതികളുമായി ചർച്ച നടത്തിയെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിലെ ഊർജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബാബുൽ മന്ദബ് അടക്കുന്നത് സംബന്ധിച്ച് ഇറാനോ ഹൂത്തികളോ ഇതുവരെ പരസ്യ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല. ബാബുൽ മന്ദബ് കടൽപാതയിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കാൻ വേണ്ട എല്ലാ ഒരുക്കവും ഹൂത്തികൾ നടത്തിയെന്ന് ചില വാർത്തകളിൽ പറയുന്നുണ്ട്. ഹോർമുസ് പാത അടച്ചതോടെ സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്ക് വേണ്ടി പൈപ്പ് ലൈൻ മാർഗം സ്വീകരിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് ഇറാൻ ബാബുൽ മന്ദബ് കൂടി അടയ്ക്കാൻ പോകുന്നത്. ഇതോടെ പൈപ്പ് ലൈൻ വഴി ചെങ്കടൽ തുറമുഖത്ത് എത്തിക്കുന്ന ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാൻ സാധിക്കാതെ വരും. ഇറാൻ സൈന്യത്തിന്റെ പ്രതിനിധികൾ യമനിലുണ്ടെന്നും ഇവരുടെ നേതൃത്വത്തിലും നിർദ്ദേശത്തിലുമാകും ഹൂത്തികളുടെ ഇടപെടൽ എന്നുമാണ് വിവരങ്ങൾ. കഴിഞ്ഞ ദിവസം ഹൂത്തികൾ സൗദിയിലെ അബഹ വിമാനത്താവളം ആക്രമിച്ചതും വലിയ തിരിച്ചടിയായിരുന്നു. 2-3 ദിവസത്തിനുള്ളിൽ ആക്രമണങ്ങൾ അമേരിക്ക അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് മേഖലയിൽ അവർക്ക് ഒരു സൈനിക കേന്ദ്രം പോലും ബാക്കിയുണ്ടാകില്ല എന്ന കനത്ത ഭീഷണിയാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്.